യതവക്കലൂൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കടം വീട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. കടം വീട്ടണമെങ്കിൽ കടം വീട്ടാനുള്ള ഒരു എളുപ്പ വഴി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലര് കടം വാങ്ങും പൈസ. കണ്ടിട്ടുണ്ടോ? വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കും. എത്ര വട്ടം ഫോൺ വിളിക്കുമെന്നറിയോ? കാണുമ്പോ ചോദിക്കും, എന്തിന്? കടം കിട്ടാൻ, പൈസ കിട്ടാൻ വേണ്ടി. പൈസ വാങ്ങാൻ വരാം, കടം പേടിക്കാൻ വരാൻ വലിയ ഉഷാറാ. എപ്പോഴും വിളിക്കും, രാവും പകലും വിളിക്കും, കൂടെ വരിക, എല്ലാത്തിനും ചെയ്യും. കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഇവനെ വിളിച്ച ജീവിതത്തിൽ അവൻ ഫോൺ എടുക്കും. സുബ്ഹാനല്ലാഹ്. എടാ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കെട്ടാൻ നടക്കുന്നത് അണ്ണാച്ചി പിരിവിന് നടക്കണ പോലെ നടക്കണം, രാവും പകലും. നമ്മൾ ഈ പലർക്കും ഉണ്ട്, കടം പേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല, ഉണ്ടെങ്കിലും കൊടുക്കൂല. എങ്കിൽ കടം മാറാനുള്ള ഒരു എളുപ്പ വഴി മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ലക്ഷങ്ങളുടെ കടമുണ്ട്, പക്ഷേ കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല. നിനക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു വഴിയുമില്ല, പക്ഷെ കടമുണ്ട്. പക്ഷെ നീ എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നു, അല്ലാഹ് എനിക്ക് കടമുണ്ട് പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് അത് കൊടുത്തു വിട്ടണം, മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കൊടുത്തു വിട്ടണം എന്ന ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ കടം അല്ലാഹു വീട്ടി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ, ചിലരും ഉണ്ടെങ്കിലും കൊടുക്കൂല. ഒത്തിരി കഴിയട്ടെ കൊടുക്കൂല. എന്നാൽ ഇല്ല, കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എനിക്ക് കടമുണ്ട്, അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ നിന്റെ കടം അല്ലാഹു വീട്ടി തരും. ഇല്ലെങ്കിലോ അതുകൂടെ കേൾക്കുക. പൈസ കയ്യിൽ വെച്ചിട്ട് നിന്നെ ഒരു ആപത്തിന് സഹായിച്ചവന് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വാസിയുടെ പേരിൽ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ മടി കാണിക്കുന്നവളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്നെ അല്ലാഹു കൈവിടുകയാണ്, നിന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 1 ലക്ഷം രൂപയെ കടമുണ്ടായിരുന്നുള്ളൂ, കയ്യിലുണ്ടായിട്ടും കൊടുക്കാതെ നീ വാശി പിടിച്ച് നടന്ന ഉണ്ടാക്കിയത് മുഴുവനും പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ പറയുന്നത്, 8ന്റെ പണി കിട്ടൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സഹാബി പള്ളിക്കകത്തിരിക്കുക. അങ്ങനെ പണ്ട് നമ്മുടെ വാപ്പയും വാപ്പയുടെ വാപ്പയൊക്കെ പ്രായമുള്ളവരൊക്കെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോ പള്ളിക്കകത്ത് വന്നിരിക്കും, അവിടെ വന്നിരുന്ന് ദുആ ചെയ്യും. ആ സഹോദരൻ പള്ളിക്കകത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത്, 3 ദിവസം കഴിഞ്ഞാൽ എന്റെ മകളുടെ നിക്കാഹാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. പടച്ചവന് അത്ഭുതം തോന്നി. അദ്ദേഹം തന്റെ വീടിന്റെ ഫോട്ടോയൊക്കെ കാണിച്ചു തന്നപ്പോ സങ്കടം തോന്നി. എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം ഞാൻ ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? അവസാനം അവിടുത്തെ ഇമാമും ഞങ്ങളൊക്കെ കൂട്ടുകാരാണ്, പലരെയും വിളിച്ചു. എല്ലാവരും ഓരോ പവൻ തരാം, അരപ്പവൻ തരാം. അന്ന് ആ പള്ളിക്കകത്തിരുന്നു കൊണ്ട് തന്നെ 3-4 പേരെ ഫോൺ വിളിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ തരാന്ന് പറഞ്ഞ ഒരു 5 പവനം കണ്ടായി. 5 പവനം കണ്ടായി. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, എനിക്കറിയാം അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പടച്ചവൻ ആരെങ്കിലും കൊണ്ടുവരുമെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ഒരു മനുഷ്യന്റെ ആ ഒരു വല്ലാത്ത ധൈര്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ചിലരെങ്ങനെ പറയാറുണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും, അല്ലാഹു ഒരു വഴി കാണിച്ചു തരും, അല്ലാഹു എന്നെ സഹായിക്കും, ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പലരും വീട് വെക്കാൻ പണി തുടങ്ങും. പടച്ചവന് 5 പൈസയില്ല, അല്ലെങ്കിൽ എല്ലാവരും വന്ന് പറഞ്ഞു വീട് വാർപ്പ് വരെയായി, എങ്ങനെയെങ്കിലും താമസം കയറണം, ലോൺ എടുക്ക്, പലിശക്കെടുക്ക്, പണയം വെക്ക്. വേണ്ട, അല്ലാഹു എനിക്ക് തരും, ക്ഷമിക്കും. നമ്മളോ ഉടനെ ലോൺ എടുത്തിട്ട് വെക്കും. അതുകൊണ്ടാ ഇന്ന് സമാധാനമില്ലാത്തത്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് ഇന്നു മുതൽ പഠിച്ചോ. തവക്കൽതു അലല്ലാഹ് എന്താണ്? ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം പറയും, ദുആ ചെയ്തു പിരിയും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കല്ലേ ഇതപ്പോ ഒരു പിണക്കമുള്ളതുപോലെ, ഉള്ളത് പറയുമ്പോ ചിലർക്ക് പറ്റൂല, അതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് എങ്കിലും പഠിച്ചോ. ഒന്നാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ
ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പഠിക്കു സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതം മുഴുവനും അതാ അല്ലാഹു കൊടുത്ത ആയുസ്സിൽ അല്ലാഹുവിൽ തവക്കൽ ചെയ്യുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാം. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇനി മുതൽ പഠിക്കു സഹോദരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. ഈ ഒരു നല്ല ഗുണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഫബിമാ റഹ്മത്തിൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ് എന്നതിന്റെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, കടം വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന മനുഷ്യ, ഒന്നാമത്തെ പ്രതിഫലം പറയുന്നത് അല്ലാഹുവാ. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവര്